ഹായ്, ഞാൻ വഹിദാണ്. ഇന്ന് നമുക്കിവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് ജിദ്ദ കോർണിഷ് ബീച്ചിലേക്ക് ഒന്ന് എൻജോയ്മെൻറ്റിന് പോവുകയാണ്. ഇപ്പം ടൈം 8:30 ആണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വെളിയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി കേട്ടോ ഈ ഹെയർ സ്ട്രൈറ്റനിങ്. ബിക്കോസ് ഇവിടെ വെളിയിൽ നല്ല പൊടിക്കാറ്റുണ്ട്. സോ ഇത് അത്യാവശ്യമാണ്. ഇതാണ് റിങ്ക് ചേച്ചി. പുറത്ത് പോകുന്നത് കൊണ്ട് ചേച്ചി പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ആളെ പരിചയപ്പെടുത്താം. ഇതാണ് ഭവ്യ. എൻ്റെ മുഖം മാത്രമേ കാണിക്കാവുള്ളൂ വീഡിയോ എന്ന് പറഞ്ഞതുകൊണ്ട് മുഖം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഫേസ് സ്കാനറുടെ സ്റ്റോക്ക്. ഇത് സംഭവം അടിപൊളി കേട്ടോ. പിന്നെ ഇതാണ് പോൺസിലെ ലിപ് ബാം. ഇത് കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഓരോന്ന് വരുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ ഇതാണ് ഫേസ് സ്കാനറുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് 2 ഷെയ്ഡുണ്ട്. ഒന്ന് ഈ കാണുന്ന റോസ് ഷെയ്ഡ്, പിന്നെ ഈ കാണുന്ന ന്യൂഡ് ഷെയ്ഡ്. ന്യൂഡ് ഷെയ്ഡാണ് സാധാരണ എല്ലാവരും യൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ ടാക്സ്ലറിൻ്റെ ഒരു ഐലൈനർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇത് അടിപൊളി ലിപ് ഗ്ലോ കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, സൂപ്പറാണ്. നമ്മൾ എല്ലാവരും യൂസ് ആക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഇവിടെ എല്ലാവരും റെഡി കഴിഞ്ഞു. എല്ലാവരും ബ്ലാക്ക് കേട്ടോ പറഞ്ഞത്. സോ എല്ലാവരും ബ്ലാക്ക് ആയിട്ട് ഇവളൊഴിച്ചു, ഇവളിട്ടില്ല, ചോദിച്ചു. കുഴപ്പമില്ല, അടുത്ത പരിപാടി നമുക്ക് പിടിക്കാം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ കാണിക്കാം. ഞാൻ 5 മിനിറ്റ് റെഡി. വളരെ സിമ്പിൾ. ഒരു ടീഷർട്ടും ഒരു ജീൻസും. ഞാൻ റെഡി. ഇതാണ് ലിഖിന ചേച്ചി. ചേച്ചിയും റെഡി. ഇനി നമ്മൾ താഴോട്ട് പോകണം. അടുത്ത ആൾക്കാരും വന്നു കഴിഞ്ഞു. ഓഷൻ ചേച്ചി റെഡിയായി. ക്യാമറ അതൊക്കെ കൊണ്ട് പോകുന്നത് കണ്ടതുകൊണ്ട് ഡോക്ടർ ഇടയ്ക്കൂടെ വന്നൊരു ഹായ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത ആൾ വന്നു. ഇർഫാനെ കൂട്ടുകാരൊക്കെ അങ്ങനെ സഫയത്താൻ റെഡിയായി. ഇതാണ് ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ല തണുപ്പ്, നല്ല കാറ്റ്. സൂക്ഷിച്ചു നോക്കിയാൽ 2 ചേരിയിലായിട്ട് 2 ടീംസ് ഇരുന്ന് ഭയങ്കരമായിട്ട് എന്തോ ചർച്ച ചെയ്യുന്നത് കാണും. വേറൊന്നുമല്ല, നമ്മളൊരു 10-17 പേരുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്നാണ് ഈ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമുക്ക് 2 കാർ കിട്ടിയിട്ടുണ്ട്. വാഗൺ ട്രാജഡിയെ ഓർത്തുകൊണ്ട് ഒരു കാറിൽ 6-7 പേര് വെച്ച് കുത്തി നിരങ്ങി കയറി നമ്മളിവിടെ നിന്ന് പയ്യെ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലാണ്. ഇനി ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അൽമന EMC. ഇപ്പം സമയം 8:30-8:45. നോക്കിക്കേ, നല്ല ബ്ലോക്കാട്ടോ. സോ നമ്മൾ അതുകൊണ്ട് പതുക്കെയാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷെ രാത്രിയിലെ കാഴ്ച അതിമനോഹരം. വണ്ടിയിലിരുന്ന എല്ലാവരും പാട്ടും നിറവും കുട്ടികളും അടിപൊളിയായിട്ട് നമ്മൾ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ വരുന്നത് അൽബേക്കിലാട്ടോ. കാരണം ഇവിടുന്ന് നമ്മൾ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഫുഡ് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ജിദ്ദ കോർണിഷ് ബീച്ചിലോട്ട് പോകാം. നേരത്തെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ നമുക്കിവിടെ 20-25 മിനിറ്റ് പോസ്റ്റാണ്ട്. സോ എന്നാലും കുഴപ്പമില്ല, ഫുഡല്ലേ. ആ കണ്ണ കാറില്ലേ, അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വന്ന കാറാട്ടോ. അവരും കുറച്ച് നേരം കാറിലിരുന്നു. പിന്നെ പോസ്റ്റ് അടിച്ച് അവർ വെള്ളോട്ടൊക്കെ ഇറങ്ങിട്ടോ. കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫുഡ് കിട്ടാൻ കുറച്ച് അധികം ലേറ്റായി. എന്തായാലും കുഴപ്പമില്ല. അവിടുന്ന് ഫുഡും കളക്ട് ചെയ്തു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ബ്രാൻഡഡ് ഒരു ഷോപ്പാട്ടോ, ഒരു മാളാണ്. നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു മാൾ. നമ്മുടെ റോളക്സ് പോലുള്ള നല്ല ബ്രാൻഡ് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സാലറി കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും. സാലറി തീരുമ്പോൾ, അതായത് മന്ത് ആകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കും. ഫൈനലി നമ്മൾ നമ്മുടെ ജിദ്ദ കോർണിഷ് ബീച്ചിൽ എത്തി. എല്ലാവരും ഇവിടെ നിറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ച് പതുക്കെ നടക്കുക. പക്ഷെ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടോ. കാരണം ഫുഡ് അതിനകത്താണ്. അവരെയല്ല വെയിറ്റ് ചെയ്യുന്നത്, ഫുഡാണ് ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഫുഡൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി മെല്ലെ നടക്കാം. ആക്ച്വലി ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. സോ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസ് നോക്കി വേണം നമുക്കിരിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്നു ഒരു നല്ല വ്യൂ ഉള്ള പ്ലേസ് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ? അങ്ങ് നല്ല വെട്ടമൊക്കെ. അതൊന്നും പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ, അതായത് നമ്മൾ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള റിസോർട്ടൊക്കെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ
നമുക്കൊരു നല്ല വ്യൂ ഉള്ള ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഒരു 5-10 മിനിറ്റ്സ് കൊണ്ട് ഈ ഫുഡ് കാലിയാക്കണം. അതിനുശേഷം നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസ്, കുറച്ച് വീഡിയോസ്, കുറച്ച് പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ചെറിയൊരു വിഷമം വെച്ചാൽ ഇന്ന് 12:30 ആകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് ആകാം. ബാക്കിയുള്ളവർക്കൊന്നും ഡ്യൂട്ടി ലൈൻ ഓഫാണ്, പക്ഷേ 12:30 എനിക്ക് ഡ്യൂട്ടിക്ക് ആകും. സോ നമ്മൾ ഒത്തിരി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. പക്ഷേ കുഴപ്പമില്ല, അടുത്ത വീക്കെൻഡിൽ നമുക്കിത് പരിഹരിക്കാം. അങ്ങനെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡും തട്ടുകയാണ് നമ്മൾ വിട്ടിരുന്നത് കേട്ടോ. ഫുഡ് അടിപൊളിയാണ്, നല്ല ക്വാണ്ടിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ്. സോ ഡ്രിങ്ക്സും ജ്യൂസും ചായയും ഫുഡും എല്ലാം കഴിച്ചിട്ട് നമ്മളതിന് കാഴ്ചകളാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. സോ നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കത് കിട്ടിയത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് അത് നിങ്ങളെ കാണിക്കാം. നല്ല ക്ലാരിറ്റി ആയിരുന്നു. നമ്മളെല്ലാവരും കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കിട്ടി. സോ അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതെനിക്ക് തോന്നുന്നു ഈ ബീച്ചിൽ ഞാൻ ഇതിന് മുന്നേ 2 തവണ നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇത് ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ചത് കേട്ടോ. അതായത് കുട്ടികൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ഒരു പാർക്ക് പോലെ. സോ ഇവിടെ നന്നായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായാലും ഒരു അടിപൊളി പ്ലേസ് കേട്ടോ. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങിയാണ്. കാരണം എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് തിരിച്ച് നമ്മൾ മടങ്ങി. സോ ഒരു 12-11 ഒക്കെ ആയപ്പോൾ നമ്മൾ അക്കോമഡേഷനിലെത്തക്ക വിധത്തിൽ അവിടെ നിന്ന് തിരിച്ച് യാത്ര. സോ അത് നമ്മൾ 2 കാറിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തിരിച്ചു. അപ്പം ഈ വിഷമം പരിഹരിക്കാൻ വേണ്ടി നെക്സ്റ്റ് വീക്കെൻഡിൽ നമ്മൾ പുതിയ സ്ഥലത്ത് പോകുന്നുണ്ട്.